ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ ഇലക്ഷൻ വോട്ടേഴ്സ് ID കാർഡ് യൂസ് ചെയ്യുന്നവരായിരിക്കുമല്ലോ. നമ്മൾ പല ആവശ്യങ്ങൾക്കും ID പ്രൂഫായിട്ട് നമ്മുടെ വോട്ടേഴ്സ് ID കാർഡ് യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇപ്പം നമുക്ക് നമ്മുടെ വോട്ടേഴ്സ് ID കാർഡ് ഡിജിറ്റലി ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനുള്ള അവസരം നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ വോട്ടേഴ്സ് ID കാർഡ് ഡൗൺലോഡ് ചെയ്യാനും അത് പ്രിൻ്റ് ഔട്ട് എടുക്കാനൊക്കെയുള്ള സൗകര്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഗൂഗിൾ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ NVSP എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതുപോലെ റിസൾട്ടുകൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ റിസൾട്ട് കാണാം, വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു ഹോം പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ രണ്ട് ഓപ്ഷൻസ് കാണാം, ഒന്ന് ലോഗിൻ എന്നും ഒന്ന് സൈൻ അപ്പ് എന്നുള്ളതും. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആദ്യം നമ്മുടെ ഈ പേജിലൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സൈൻ അപ്പ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളിത് രജിസ്റ്റർ ചെയ്യാനുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് നമുക്കിത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ കൊടുത്തുള്ളത് എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത ഓപ്ഷനിൽ വരുന്നത് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം അതിന് താഴെയായിട്ടൊരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അത് അതിന് താഴെയുള്ള ഒരു കോളത്തിൽ കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ ഫസ്റ്റ് നെയിം എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത കോളത്തിൽ വരുന്നത് ലാസ്റ്റ് നെയിം എന്നുള്ളതാണ്. അതിനുശേഷം അടുത്തത് പാസ്വേഡ് എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം 6 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം. അക്കങ്ങളും അക്ഷരങ്ങളും ഉൾപ്പെട്ടിരിക്കണം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ഇത്തരത്തിൽ നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കൺഫേം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പാസ്വേഡ് അതുപോലെ തന്നെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു റെഡ് സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങൾ നമ്മൾ നിർബന്ധമായും ഫില്ല് ചെയ്യേണ്ടതാണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ താഴെയുള്ള റിക്വസ്റ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. OTP സെൻഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് ഇവിടെ എൻ്റർ OTP എന്നുള്ള ഒരു ഭാഗത്ത് നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. യു ആർ സക്സസ്ഫുള്ളി സൈൻഡ് അപ്പ്, കൈൻഡ്ലി ലോഗിൻ വിത്ത് യുവർ ന്യൂ ക്രെഡൻഷ്യൽസ്. ഇപ്പോൾ നമ്മളിവിടെ സക്സസ്ഫുള്ളായിട്ട് സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെയുള്ള ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഈ ഒരു പേജിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനിൽ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. ആ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള ആ ഒരു കോളത്തിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള റിക്വസ്റ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു SMS OTP കോഡ് ഇവിടെ എൻ്റർ OTP എന്നുള്ള ഈ ഒരു ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു ഹോം പേജ് ഇതുപോലെ ആയിരിക്കും ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ മുകളിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലൊക്കെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് താഴെയായിട്ട് സർവീസസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വോട്ടർ ID കാർഡുമായി ബന്ധപ്പെട്ട നിരവധി സേവനങ്ങൾ നമുക്ക് ഈ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ വോട്ടേഴ്സ് ID കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ എപ്പിക് ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് എന്നുള്ളതാണ് എപ്പിക് എന്നതിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ ഇലക്ട്രോണിക് ഫോമാറ്റിനെയാണ് ഈ എപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വോട്ടേഴ്സ് ID കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഈ എപ്പിക് ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഡൗൺലോഡ് ഇലക്ട്രിക് കോപ്പി ഓഫ് എപ്പിക് കാർഡ്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ മുഖേന നമ്മുടെ ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് എപ്പിക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, രണ്ടാമത്തേത് ഫോം റെഫറൻസ് നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഐ ഹാവ് എപ്പിക് നമ്പർ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം താഴെ എൻ്റർ എപ്പിക് നമ്പർ എന്നുള്ള ഭാഗത്ത് 10 അക്ക എപ്പിക് നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാണ്ട് സെലക്ട് സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ സ്റ്റേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെയുള്ള സെർച്ച് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സർവീസ് ലഭിക്കണമെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ വോട്ടർ IDയിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇവിടെ ഡീറ്റെയിൽസ് കൊടുത്ത ഭാഗത്ത് മൊബൈൽ നമ്പർ എന്നുള്ളതിൻ്റെ താഴെ അവിടെ മൊബൈൽ നമ്പർ ഉണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സർവീസ് ലഭിക്കുകയുള്ളൂ.
ഇപ്പോൾ എൻ്റേത് ഇവിടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് ആണ്, ഇല്ല എങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും ഉണ്ടാവുക. ശേഷം ഇനി നമ്മളിവിടുന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ താഴെയുള്ള സെൻഡ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP കോഡ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അവിടെ താഴെ നമുക്കൊരു മാസ്ക്ഡ് ആയിട്ട് കാണാവുന്നതാണ്. ശേഷം നമുക്ക് OTP എൻ്റർ ചെയ്യാനുള്ള ഈ ഒരു ഭാഗം ഇതുപോലെ ഓപ്പണായി വരുന്നതായിരിക്കും. അവിടെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെയുള്ള വെരിഫൈ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. OTP വെരിഫിക്കേഷൻ ഡൺ സക്സസ്ഫുള്ളി. ഇപ്പോൾ നമ്മുടെ OTP വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇവിടെ താഴെയുള്ള ഡൗൺലോഡ് ഈ എപ്പിക് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ എപ്പിക് കാർഡ് നമുക്ക് ഡൗൺലോഡ് ആയിട്ട് ലഭിക്കുന്നതാണ്. ശേഷം ഇവിടെയുള്ള ഈ ഒരു ആരോ കീയിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ID കാർഡ് ഇതുപോലെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്കിവിടെ മുകളിൽ കൊടുത്തുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ID കാർഡ് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. തീർച്ചയായും വോട്ടേഴ്സ് ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.